ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശോകൻ ഈ ഒരു സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അശോകന് സഹിക്കില്ല കേട്ടോ. തൻ്റെ മകന് ആ വൃത്തികെട്ടവനുമായി വീണ്ടും പണം നൽകാൻ പോയിരിക്കുന്നു എന്ന സത്യം നിധി വെളിപ്പെടുത്തുമ്പോൾ അശോകൻ എന്ത് ചെയ്യുന്നു? റൂമിലിട്ട് പൂട്ടാണ് കേട്ടോ. അപ്പോൾ രേണുകയെ അതിന് കൂട്ടു നിൽക്കുകയാണ്. ഇവളെ റൂമിലിട്ട് പൂട്ടുക തന്നെ വേണം, എന്തിനടി നീ അവന് പണം നൽകാൻ വീണ്ടും പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിലിട്ട് പൂട്ടാണ് കേട്ടോ. ഇതേ സമയം അച്ഛ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം നിധിയും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ അശോകൻ പറയുകയാണ്, ഇനി ഇവൾ പുറം ലോകം കാണരുത്, ഇനി ഇവളുടെ കല്യാണം അതാണ് ഇനി നടത്തേണ്ടത്, ഇവളെ കെട്ടിയിടാതെ മാർഗമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അശോകൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രയോട് പറയണ, ചന്ദ്ര നിൻ്റെ കണ്ണുകൾ ഇവളിൽ വേണം, ഇവളുടെ അമ്മ എല്ലാത്തിനും കുട പിടിച്ച് കൊടുക്കുന്നവളാണ് എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം നിധി ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവാണ്. എന്നാൽ ഈ സമയം എടി നിധി, നീ എന്നെ എൻ്റെ അച്ഛനെ കൊണ്ട് എന്നെ റൂമിലിട്ട് പൂട്ടിയതിന് നിനക്ക് ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിനക്ക് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്നുള്ള ആ വാശി വീണ്ടും ശിവാനിക്കുള്ളിൽ വരികയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം വസുന്ധരയാണ് കാണിക്കുന്നത്. വസുന്ധരക്കാണെങ്കിൽ ഒരു തരത്തിലും സമാധാനം കിട്ടുന്നില്ല. ഗൗതം പറഞ്ഞ ആ വാക്കുകൾ, ആ മാഗസിനിൽ എഴുതിയ ആ വാക്ക്, അത് ഗൗതമിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. നിധിയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. നിധിയെ നമ്മൾ ബഹുമാനിക്കണം, നിധിയെ നല്ല സ്നേഹിക്കണം. അവൾ സ്വത്തിനും മുതലിനും വേണ്ടിയിട്ടല്ല എന്നെ സ്നേഹിക്കുന്നത്, അവൾ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആ അമ്മയോട് പറഞ്ഞ വാക്ക് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു വരുന്നത് എന്താ, ഞാൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തണം, ഞാൻ അവളെ ബഹുമാനിച്ച് നടക്കണം, അവൾക്ക് ഞാൻ കീഴ്പ്പെട്ട് നിൽക്കണം എന്നൊക്കെയല്ലേ അവൻ പറഞ്ഞത്. എൻ്റെ മകൻ ഇത്രത്തോളം അധംപതിച്ചു, എത്രത്തോളം മാറിയോ എന്നൊക്കെ വസുന്ധരയുടെ ഉള്ളിൽ വേണ്ടാത്ത തോന്നലുകൾ തോന്നണം കേട്ടോ. അങ്ങനെ വസുന്ധര തൻ്റെ ഫോൺ എടുക്കണം, പെട്ടെന്ന് ശിവാനിക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശിവാനിയാണെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം എന്ന് ആലോചിച്ച് നിൽക്കുകയായിരിക്കും. അങ്ങനെ രേണുകയെ വിളിക്കുന്നുണ്ട്, അമ്മ എന്നെ ഒന്ന് പുറത്തോട്ട് പോകാൻ തുറന്നു വിടി, എടി വൃത്തികെട്ടവളെ, നീ വേണ്ടാത്തത് ചെയ്തത് കൊണ്ടല്ലേ നിൻ്റെ അച്ഛൻ മുറിയിലിട്ട് പൂട്ടിയത്, അതുകൊണ്ട് എനിക്ക് ഈ ശിക്ഷ അത്യാവശ്യമാണ്. അമ്മയും അങ്ങനെ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും പറയല്ല അമ്മ, എന്നെ തുറന്നു വിടി എന്ന് ഒരുപാട് തവണ ശിവാനി പറയുമ്പോഴും തുറന്നു വിടില്ല. അങ്ങനെ രേണുക അങ്ങ് പോയപ്പോഴാണ് ഫോൺ കോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വസുന്ധരയാണല്ലോ എന്ന് കരുതി ശിവാനി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്, നീ പെട്ടെന്ന് കാര്യങ്ങൾ സ്പീഡാക്ക്, നീ ഈ പറയുന്ന പ്രണവുമായിട്ടുള്ള പ്രണയം എന്തായി എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി എന്താ കുട്ടിക്കളി പോലെ കളിക്കുന്നത്, ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ, നീ അങ്ങനെ പറഞ്ഞിരുന്നോ, പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഗൗതം നിധിയും കൂടി പ്രണയിച്ച് അവർ എല്ലാവരെയും വശത്താക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നടക്കണം, പ്രണവിൻ്റെ മനസ്സിൽ പെട്ടെന്ന് നീ ഒരു ഇടം പിടിക്കണം, ഇനി പ്രണവ് മറ്റുള്ളവരെ ആരെങ്കിലും സ്നേഹിക്കുന്നതിന് മുന്നേ നീ അത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ശിവാനിയോട് പറയുമ്പോൾ, എൻ്റെ ആൻറ്റി ഞാനൊരു ചെറുതായി അവൻ്റെ മനസ്സിലൊരു ഇതിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ അവൻ എന്നോട് വന്ന് പ്രണയം പറയുമെന്ന് പറയുമ്പോൾ, നീ എന്നെ പഠിപ്പിക്കണ്ട, അവന് അത് പറഞ്ഞ് പ്രണയം പറഞ്ഞ് അവിടെ ഇരിക്കുന്നതും കാത്ത് നീ അവിടെ ഇരിക്കണ്ട, അവൻ്റെ അടുത്തോട്ട് നീ പോയി, നീ ഇപ്പം തന്നെ അവനെ കാണാൻ പോയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവാനി പറയാം, ആൻറ്റി എനിക്കൊരു ഉപകാരം ചെയ്യുമോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി എനിക്ക് പണം തരുമോ എന്ന് ചോദിക്കാണ്ട് 1,00,000 രൂപ പണം മതി എന്ന് പറയണേ. ഇത് കേട്ടുടൻ തന്നെ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനുണ്ടോ. വസുന്ധര പറയണ, അമ്മയും മകൾക്കും പണം എന്ന് വിചാരം മാത്രമേ ഉള്ളൂ, വേറൊരു വിചാരവുമില്ല, പണം ഇത് മാത്രമേ നിങ്ങൾ മനസ്സിലുള്ളൂ, എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ എന്നിങ്ങനെ പറയുമ്പോൾ, എൻ്റെ ആൻറ്റി എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം, എന്ത് ബുദ്ധിമുട്ട്, നീ ഈ വീട്ടിൽ മരുമകളായി വന്നു കഴിഞ്ഞാൽ പണം കൊണ്ടിട്ട് മൂടുകയാണ് ചെയ്യുക, അത് നീ മനസ്സിലാക്കണം, ഇപ്പോൾ നീ എന്നെ ഓരോ കാര്യവും പറയുമ്പോഴേക്കും നീ പണം ചോദിക്കാതെ എന്നിങ്ങനെ പറയുമ്പോൾ ശിവാനി ആരോട് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് രേണുക അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രേണുകടി ആരടി എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അത് അമ്മേ എന്ന് പറയുമ്പോഴേക്കും വസുന്ധര ഇപ്പുറത്തുനിന്ന് ചോദിക്കുകയാണ്, ആരെ നിൻ്റെ അമ്മയാണോ അവിടെ വന്നിട്ടുള്ളത്, ആ അതേ എന്ന് ശിവാനി വസുന്ധരയോട് പറയുമ്പോൾ, എന്നാൽ നിൻ്റെ അമ്മയുടെ കൈകളിൽ ഫോൺ കൊടുക്കുകയെന്ന് പറയാം കേട്ടോ. ഇതേ സമയം രേണുകയുടെ കൈകളിൽ ശിവാനി ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ വിൻഡോയുടെ ഉള്ളിലൂടെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രേണുകയോട് വസുന്ധര പറയണം, അതെ നിങ്ങളുടെ മകളെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു, നിങ്ങളെയോ പ്രണവിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുക, പ്രണവിനെ പെട്ടെന്ന് വിവാഹം കഴിക്കാനുള്ള ആ പരിപാടി ചെയ്യണം, ഇന്ന് തന്നെ ശിവാനി പോയി പ്രണവിനെ കാണട്ടെ എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഗോപിയാണ് കാണിക്കുന്നത്. ഗോപിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അതായത് അത് ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫോൺ കോളാണ്. ഈ പറയുന്ന പൂജാരി ഉണ്ടല്ലോ, അയാൾ ജ്യോത്സ്യൻ വിളിക്കുകയാണ്, എടാ ഞാൻ ഇവിടെ വെച്ച് ഇന്ന ആളെ കണ്ടു എന്ന് പറയട്ടോ. ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പഴയ നിർമ്മലയുണ്ടല്ലോ അവരെ കണ്ടു എന്ന് പറയട്ടോ. ഇത് കേട്ടോടെ തന്നെ ഗോപിയ ആകെ പേടിക്കുകയാണ്. ഏതാണ് ഈ നിർമ്മല, ഏത് നിർമ്മല,
നമ്മളന്ന് ആ ഓർമ്മയില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഗോപിക്ക് ആകെ പേടിയാവണം കേട്ടോ. അവരെന്താ ഈ നാട്ടിലോട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇതായിട്ട് ഇങ്ങനെ മങ്ങിയ രൂപത്തിൽ ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൈമാറുന്നത് ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ചിട്ട് ഗോപിയും വസുന്ധരയും വേറൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞിനെ കൈമാറുന്ന ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഗോപിക്ക് ആകെ പേടിയാവാണ്. അപ്പോൾ ഈ ജോത്സ്യനോട് പറയാണ്, എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത്, അവർ നേരിൽ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ നേരിൽ കണ്ടില്ല, കണ്ട് സത്യങ്ങൾ അവരോട് പറയായിരുന്നില്ലേ എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാനൊരു അമ്പലത്തിൽ വെച്ചാണ് കണ്ടത്, അവരോട് സത്യങ്ങൾ പറയാൻ വേണ്ടി തന്നെ ഞാനും ഓടിയത്, പക്ഷേ അതിന് പറ്റിയില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഗോപി ഇത്രയും വർഷത്തിനിടയ്ക്കില്ലാത്ത ഒരു കണ്ടുമുട്ടൽ എന്തായിരിക്കും, എനിക്ക് പേടിയാവുന്നു, അത് തന്നെയാണ് എന്നെയും പേടിപ്പെടുത്തുന്നത് എന്നിങ്ങനെ ജോത്സ്യൻ പറയാണ്. അപ്പോൾ ഗോപി പറയണേ, എന്തായാലും ഈ സത്യം എന്തായാലും വസുന്ധരയും ഈ പറയുന്ന പാറു അറിയാൻ പാടില്ല, അവരറിഞ്ഞാൽ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഗോപി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നീട് ഗോപിക്ക് ഒരു സമാധാനം കിട്ടാതെ തൻ്റെ വീട്ടിലോട്ട് പോകും വഴി ഗോപി ഈ കാര്യം തന്നെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ച് ഒരു സിസ്റ്റർ കൊടുന്നിട്ട് ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഇവരുടെ കയ്യിൽ കൊടുക്കുന്ന ആ സീനായിരിക്കും, കൂടെ വസുന്ധരയും ഉണ്ടാവും. ആ സീനോർത്ത് ഗോപി വല്ലാതെ ഭയപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഗോപി വീട്ടിലെത്തുമ്പോൾ പരിസരബോധമില്ലാതെയാണ് ഗോപി ഇറങ്ങി വരുന്നത്. പിന്നീട് ഗോപി മേലോട്ട് ഇങ്ങനെ കയറി പോവാണ്. ഇതെന്തായാലും വസുന്ധരയും പാറുവിനെ അറിയിക്കാൻ പാടില്ല, ഇത് മറച്ചു വെക്കണം, അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. ഈശ്വര, എന്താണ് ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്, എനിക്ക് പേടിയാവുന്നു, അവളുടെ ഈ വരവ് എന്തിനായിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഗോപി മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗോപി അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് വസുന്ധര, ഏട്ടനൊന്ന് അവിടെ നിന്നേന്ന് പറയുമ്പോൾ എന്താ നിനക്ക് വേണ്ടി വസു, അതെ ഏട്ടനൊന്ന് എൻ്റെ കൂടെ പുറത്ത് വരുമോ. അപ്പോൾ ഈ സംഭവം നിധി അങ്ങ് കേൾക്കണ്ട. നിധി പുറത്തു നിന്ന് കയറി വരുന്ന സമയമായിരിക്കും, അതുകൊണ്ട് തന്നെ ഇവരുടെ സംസാരം നിധി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഏട്ടൻ എൻ്റെ കൂടെ വരുമോ, ഇല്ല ഇപ്പം അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു, തല മുറുകുന്നു, അതുകൊണ്ട് തന്നെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഏട്ടൻ എൻ്റെ കൂടെ വാ, എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ നീ എന്താ കാര്യം ഇവിടെ വെച്ച് പറഞ്ഞോ എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഇത് പുറത്ത് വെച്ച് പറയേണ്ട കാര്യമാണ്, അതുകൊണ്ട് ഏട്ടൻ വാ എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഇത് കേട്ട ഉടൻ തന്നെ നിധി എന്തിനായിരിക്കും ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഗോപി പറയണേ, അത് പിന്നീട് വസു എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുക വസു, എനിക്കത് വയ്യാത്തത് കൊണ്ടാണ്, എന്നാൽ എനിക്ക് പലതും ചെയ്യേണ്ടി വരും, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഏട്ടാ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചു പോകുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, അത് ഞാൻ ചെയ്തോളാം, വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് വസുന്ധര പിടിച്ച് വലിച്ചും കൊണ്ട് ഗോപിയെയും കൊണ്ട് കാറിൽ കയറി പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം നിധി എന്തിനായിരിക്കും ഇവരിങ്ങനെ ഒളിഞ്ഞു നിന്ന് സംസാരിക്കുന്നത്, ഈ വസുന്ധര എന്തിനായിരിക്കും ഗോപിയെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത്, ആ അങ്കിളിനെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അത് കണ്ടെത്തുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നിധിയും പിറകെ പോവാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഗോപിയുടെ മനസ്സിൽ വസുന്ധരയുടെ കൂടെ ഇരിക്കുകയാണെങ്കിലും ഈ ഒരു ജ്യോത്സ്യം പറഞ്ഞ കാര്യമാണ്, അതായത് നിർമ്മല വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ഈശ്വര എങ്ങനെ ഞാൻ വസുവിനോട് പറയും, വസു ഇത് അംഗീകരിക്കുകയാണാവോ, എനിക്ക് പേടിയാവുന്നു ഈശ്വര, കുടുംബത്ത് വലിയൊരു പ്രശ്നമാണല്ലോ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നിങ്ങനെ ഗോപി ചിന്തിക്കുമ്പോൾ ഏട്ടാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏട്ടാ ഇനി ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ എന്ന് പറയണേ. എന്നാൽ ഈ സമയം നിധി പിറകിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടാവും, ആ ഓട്ടോക്ക് കൈകാട്ടി നിധി അതിലോട്ട് കയറണം, എന്നിട്ട് കാറിൻ്റെ പിറകെ വിടൂ എന്ന് പറയണം. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്ക് മുന്നിലോട്ട് ചാടുന്നുണ്ട് നിധിയുടെ ഓട്ടോയുടെ മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വസുവിൻ്റെ കാറങ്ങ് കടന്നു പോവാണ്. അപ്പോൾ ഇതേ സമയം നിധി അയ്യോ ആ കാർ എങ്ങോട്ടാണ് പോയത് ഏട്ടാ, ഈ ചെക്കൻ മാമനപ്പുറം ഈ വണ്ടി എന്തിനാണ് മുന്നിലോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞാൽ അവരോടൊക്കെ ചൂടാവുകയാണ് നിധി. അങ്ങനെ പിന്നീട് ഓട്ടോക്കാരനോട് പറയണം, ആ കാർ എങ്ങനെയെങ്കിലും കണ്ടെത്ത കുട്ടിയെ, അവർ ഏത് വഴിക്കാണ് പോയത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിധി പിറകെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്. ഇനി ഇതാരുമല്ല, ഗൗതമിൻ്റെ അമ്മയാണ് വരുന്നത്, യഥാർത്ഥ അമ്മ ഗൗതമിൻ്റെ പെറ്റമ്മയാണ്. കഥകൾ ഇനി മാറി മറിയുന്ന ആ ഒരു കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.